إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون عباد الله أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم الرحمن على العرش استوى വിശ്വാസികളെ, സർവശക്തനായ അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിക്കണമേ എന്ന് എല്ലാവരോടും വസിയത്ത് ചെയ്യുന്നു. വത്തഖുല്ലാഹ് മസ്തതാഅതും. സഹോദരന്മാരെ, ഒരു ചെറിയ പിഞ്ചു കുഞ്ഞ് നമ്മുടെ കൈയും പിടിച്ച് നമ്മുടെ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. വഴിയോരത്ത് വെച്ച് ഒരു വലിയ കൊട്ടാരം അവൻ കാണുകയുണ്ടായി. അവൻ ആശ്ചര്യപ്പെട്ട് പിതാവിനോട് ചോദിച്ചു, എന്തൊരു നല്ല കൊട്ടാരം, ഇതിൻ്റെ ഉടമ ആരാണ്? പിതാവ് പറഞ്ഞു, ഈ കൊട്ടാരത്തിൽ ഇത്രമാത്രം നിനക്ക് അത്ഭുതമുണ്ടെങ്കിൽ, നീ മഹത്വം കാണുന്നുണ്ടെങ്കിൽ, ആ കൊട്ടാരത്തിൻ്റെ ഉടമ എത്ര മഹാനായിരിക്കും മോനെ. മകന്റെ ചിന്തയിൽ പിതാവിൻ്റെ വാക്ക് പതിഞ്ഞു. ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ, ഇവിടെ ഒരു ചിന്താ വിഷയമുണ്ട്. നമ്മളൊക്കെ നിത്യവും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളുണ്ട്. ആ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളെ പറ്റിയൊക്കെ കാണുമ്പോൾ ആ ദൃഷ്ടാന്തത്തിലല്ല നമ്മൾ അത്ഭുതപ്പെടേണ്ടത്, മറിച്ച് ആ ദൃഷ്ടാന്തത്തിൻ്റെ സ്വാഹിബായ, അതിൻ്റെ ഉടമസ്ഥനായ ആ അള്ളാഹുവിനെ പറ്റിയാണ്, അവൻ്റെ അളമത്താണ് നാം മനസ്സിലാക്കേണ്ടത്. ഇതാണ് പിതാവ് കുട്ടിയെ പഠിപ്പിക്കുന്നത്. ആലോചിക്കൂ, വിശുദ്ധ ഖുർആൻ, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാത്തിൻ ലിഉലിൽ അൽബാബ് എന്ന് പറയുന്നുണ്ട്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകൾ മാറി വരുന്നതിലും ബുദ്ധിയുള്ള ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. എന്തിനാ സഹോദരന്മാരെ അടിക്കടി ഇത്തരത്തിലുള്ള പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളെ പറ്റി വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കണം? ആ അള്ളാഹുവിൻ്റെ സൃഷ്ടിയെപ്പറ്റി ചിന്തിക്കുവാനും അള്ളാഹുവിൻ്റെ ശറഈയായ ആയത്തുകളെപ്പറ്റി കൂലങ്കഷമായി ആലോചിക്കുവാനും ആ ചിന്തയിലൂടെ ആലോചനയിലൂടെ റബ്ബിന്റെ മഹത്വം മനസ്സിലാക്കാനും നമ്മുടെ വിശ്വാസം ദൃഢമൂലമാക്കാനും ആണ് ഇത്തരത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടക്കിടക്ക് നമുക്ക് ഇങ്ങനെ കാണിച്ചു തരും. അതുകൊണ്ടാണ് അല്ലാമ ഹസനുൽ ബസ്രി റഹ്മഹുല്ലാഹ് അദ്ദേഹം പറയുന്നത് കാണാം, തഫക്കുറു സാഅ ഖൈറും മിൻ ഖിയാമിൽ ലൈൽ. ഒരല്പനേരത്തെ അല്ലെങ്കിൽ ഒരു മണിക്കൂർ നേരത്തെ ചിന്ത, തഫക്കുർ എന്ന് പറയുന്നത് ഒരു ഖിയാമുൽ ലൈലിനേക്കാൾ ഉത്തമമാണ് എന്ന് താബിയായ മഹാനായ പണ്ഡിതൻ വിവരിക്കുന്നത് കാണാൻ സാധിക്കും. നോക്കൂ സഹോദരന്മാരെ, ഒരു അറാബിയോട് എങ്ങനെയാണ് നീ നിന്റെ രക്ഷിതാവിനെ മനസ്സിലാക്കിയത്? വലിയ കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ ഒന്നും അറാബി പോയിട്ടില്ല. ആ അറാബിയോട്, ഒരു ഗ്രാമീണനായ ആളോട് ആളുകൾ ചോദിക്കുകയാണ്, എങ്ങനെയാണ് നീ എങ്ങനെയാണ് നിന്റെ രക്ഷിതാവിനെ മനസ്സിലാക്കിയതെന്ന് ചോദിച്ചപ്പോൾ ആ അറാബി പറയുന്ന മറുപടി, ഇതാ ഈ കാണുന്നത് എൻ്റെ ഒട്ടകമാണ്. ആ ഒട്ടകം കാട്ടിച്ചിട്ടുണ്ട്. ഈ കാട്ടം കാണുമ്പോൾ എനിക്ക് മനസ്സിലാകും ഇവിടെ ഒരു ഒട്ടകമുണ്ട് എന്നുള്ളത്. അല്ലേ? ഇത് ഞാൻ നടന്നു പോകുന്ന ആ സ്ഥലങ്ങളിലൂടെയൊക്കെ കാൽപാദങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. ആ കാൽപാദം എനിക്ക് മനസ്സിലാക്കി തരും ഇവിടെ ആരൊക്കെയോ, ഇതിലൂടെ ആരൊക്കെയോ നടന്നു പോയിട്ടുണ്ട് എന്നുള്ളത്. ഇതിന് വലിയ ബുദ്ധിയൊന്നും വേണ്ട. എങ്കിൽ സഹോദരന്മാരെ,
വലിയ വലിയ ഗാലക്സികളുള്ള ആ ആകാശവും അതേപോലെ തന്നെ മലമ്പാതകളുള്ള പിന്നെ ഭൂമിയും ഇളകി മറിയുന്ന തിരമാലകളുള്ള ആ പിന്നെ കടലും സമുദ്രവും ഒക്കെ യഥാർത്ഥത്തിൽ വഴി കാണിക്കുന്നുണ്ട്, സൂചന നൽകുന്നുണ്ട് ഇതിന്റെ പിന്നിലൊക്കെ ഒരു സൃഷ്ടാവുണ്ട് എന്നുള്ളത്. അപ്പൊ സഹോദരന്മാരെ, അള്ളാഹുവിനെ മനസ്സിലാക്കാനുള്ള ഏറ്റവും വലിയ തുറന്ന പുസ്തകമാണ് യഥാർത്ഥത്തിൽ പ്രാപഞ്ചിക ദൃഷ്ടാന്തം എന്ന് പറയുന്നത്. ആ ദൃഷ്ടാന്തം ഈ പ്രപഞ്ചത്തെക്കാൾ ഏറ്റവും വലിയ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് അർശ് എന്ന് പറയുന്നത്. അതിനാണ് ഞാനിപ്പോ ഇത്രയൊക്കെ പറഞ്ഞിട്ടുള്ളത്. അർശിനെ പറ്റി നമുക്ക് നമ്മുടെ ചിന്തയിൽ കൊണ്ടുവരാൻ, ഭാവനയിൽ അതിന്റെ വലിപ്പവും മഹത്വവും വിശാലതയും മനസ്സിലാക്കാൻ മനുഷ്യബുദ്ധിക്ക് സാധ്യമല്ല. അതിനേക്കാൾ വലുതാണ്. അതുകൊണ്ടാണ് അർശ് എന്ന് പറയുന്നത് ഏറ്റവും മഹത്വമുള്ള. വിശുദ്ധ ഖുർആൻ അതിനെപ്പറ്റി പറയും റബ്ബുൽ അർശിൽ അദീം ഒരിടത്ത്, മറ്റൊരിടത്ത് റബ്ബുൽ അർശിൽ കരീം, മറ്റൊരിടത്ത് ദുൽ അർശിൽ മജീദ് എന്നീ വിശേഷണങ്ങൾ ആ അർശിനെ സംബന്ധിച്ച് വിശേഷിച്ചപ്പോ പറയുന്നത് കാണാൻ സാധിക്കും. നോക്കൂ നിങ്ങൾ, മഹത്തായ അർശിന്റെ രക്ഷിതാവാണ് അല്ലാഹു, മഹത്വമുള്ള അർശിന്റെ രക്ഷിതാവാണ് അല്ലാഹു എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് അർശിനെ പറ്റി പറഞ്ഞപ്പോൾ അൽ അദീം അൽ കരീം എന്നുള്ള അത് ആ പിന്നെ സ്വഭാവം, ആ ഗുണം അല്ലാഹു തആല സിഫത്ത് അവിടെ എടുത്തു പറഞ്ഞിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ വിവരിക്കണ ഒരു ഹദീസിൽ കാണാൻ സാധിക്കും. ഒരു ഉപമ രൂപത്തിൽ പ്രവാചകൻ, ഒരു ഉദാഹരണത്തിന്റെ രൂപത്തിൽ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരാൻ. എന്തിനാ പ്രവാചകൻ ഇവിടെ ഉപമ പറഞ്ഞ സഹോദരന്മാരെ? നമുക്ക് കണ്ണുകൊണ്ട് കണ്ടതോ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് മനസ്സിലാക്കാൻ സാധിച്ചതേ നമുക്ക് ശരിക്കും ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അപ്പുറമുള്ള നാം കാണാത്ത കാര്യങ്ങളെപ്പറ്റി നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അള്ളാഹുവിന്റെ അർശ് എന്ന് പറയുന്നത് നാം കണ്ടുകൊണ്ട് കണ്ടിട്ടില്ല, പ്രവാചകൻ നമുക്ക് പറഞ്ഞു തന്നതാണ്. അപ്പൊ അതൊരു വിശ്വാസ കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്ന രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വിവരിച്ചു തരികയാണ്. അബൂദർ അൽ ഗഫാരി റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളി, യാ അബൂദർ മസ്സമാവാതു സബ മഅൽ കുർസി ഇല്ലാ കഹൽകത്തിൻ മുൽകാത്തിൻ ബി അർളി ഫലാത്ത് വഫളിൽ അർശി അലൽ കുർസി കഫളിൽ ഫലാത്തി അലൽ ഹൽക. നോക്കൂ നിങ്ങൾ, വിശാലമായ കണ്ണെത്താ ദൂരത്തുള്ള ഒരു മരുഭൂമിയിൽ കളഞ്ഞുപോയ ഒരു മോതിരം പോലെയാണ് യഥാർത്ഥത്തിൽ അർശും ഏഴാകാശവും തമ്മിലുള്ള താരതമ്യം പെടുത്തുമ്പോഴുള്ള വ്യത്യാസം. നോക്കൂ നിങ്ങൾ, ആകാശം തന്നെ നമ്മൾ കണ്ണെത്താ ദൂരത്താണ് അല്ലേ? നമ്മൾ കണ്ണെത്താ അനന്തമാണ് ഈ ആകാശം എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഈ ആകാശങ്ങളും ഈ ഭൂമിയും ഒക്കെ അടങ്ങിയ പ്രപഞ്ചത്തെക്കാൾ ആ പ്രപഞ്ചം ഈ അർശനെ സംബന്ധിച്ച് താരതമ്യം ചെയ്യുമ്പോൾ ഒരു മരുഭൂമിയിൽ ഒരു വള അല്ലെങ്കിൽ ഒരു വളയം, ഒരു വട്ടമുള്ള സാധനം ഇട്ടതുപോലെയാണ് എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത്. അപ്പൊ നോക്കൂ നിങ്ങൾ, അർശിന്റെ വലിപ്പം എത്രേ നമുക്ക് ഉൾക്കൊള്ളാനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് നമ്മെ പഠിപ്പിച്ചിട്ട്. അതേപോലെ ഇതൊക്കെ വിശ്വാസ കാര്യങ്ങളാണ് സഹോദരന്മാര്. അതപ്പടി വിശ്വസിക്കുക എന്നല്ലാതെ അതിലേക്കൊന്ന് കൂട്ടാനോ കുറയ്ക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുത്തിച്ചേർക്കാനോ നമുക്ക് പാടുള്ളതല്ല എന്നുള്ളത്. അപ്പൊ അത്രയും ഈ പ്രപഞ്ചത്തെക്കാൾ വിശാലമായ, ഏറ്റവും വലുതായ, ഏറ്റവും മഹത്വമുള്ള ഒരു പിന്നെ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് അർശ് എന്ന് പറയുന്നത് എന്നതാണ് ആ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. രണ്ടാമതോ, അർശ് എന്ന് പറയുന്നത് എല്ലാ സൃഷ്ടിജാലങ്ങളുടെയും മേൽക്കുരയാണ് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, പ്രവാചകൻ അരുളി, ഫഇദാ സഅൽതുമുല്ലാഹ ഫസലൂൽ ഫിർദൗസ്, നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച് ചോദിക്കുമ്പോൾ ഫിർദൗസിനെ ചോദിക്കണം. കാരണം എന്താ? ഫഇന്നഹു ഔസത്തുൽ ജന്ന, ആ ഫിർദൗസ് സ്വർഗത്തിന്റെ മധ്യത്തിലാണ്, മിഡിലുള്ളതാണ്. വഅലൽ ജന്ന, സ്വർഗത്തിന്റെ ഏറ്റവും അത്യുന്നതമായ സ്ഥലമാണ്. പിന്നെ പറയും നോക്കൂ, വഫൗകഹു, ആ അത്യുന്നതമായ സ്ഥലത്തിന്റെ മുകളിലാണ് അർശുർ റഹ്മാൻ, പരമകാരുണികനായ റബ്ബിന്റെ അർശ് നിലകൊള്ളുന്നത്. അപ്പോ അർശ് ഒരു മേൽക്കൂര പോലെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു. വമിൻഹു തുഫജ്ജിറു അൻഹാറുൽ ജന്ന, വേറെ തഫജ്ജറു അൻഹാറുൽ ജന്ന, രണ്ട് റിപ്പോർട്ടുണ്ട്. അവിടെ നിന്നാണ് ആ സ്വർഗത്തിന്റെ അരുവികൾ
പിന്നെ പൊട്ടിപ്പുറപ്പെടുന്നത് എന്ന് പ്രവാചകൻ തിരുമേനി പറയുന്നത് കാണാൻ സാധിക്കും. മൂന്നാമത്തെ ഒരു അർശിന്റെ പ്രത്യേകത, ഏറ്റവും ഭാരമുള്ള, നമുക്ക് ഭാരം കണക്കാക്കാൻ പറ്റാത്ത ഏറ്റവും ഭാരമുള്ള അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയാണ് അർശ്. എന്താ തെളിവ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയിൽ നമുക്ക് കാണാം, സുബ്ഹാനല്ലാഹി വബിഹംദി അദദ ഖൽഖി വരിളാ നഫ്സി വദിനത അർശി വമിദാദ കലിമാത്തി. നമ്മളെന്നും രാവിലെയും വൈകുന്നേരം ചൊല്ലുന്ന പ്രാർത്ഥനയിൽ അവിടെ ദിനത അർശി എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ആ അർശിന്റെ വെയിറ്റ്, അതിന്റെ ഖനം അത്രയും ഭാരമുള്ളതാണ്. അത്രമാത്രം അല്ലാഹുവേ, ഞാൻ നിനക്ക് സുബ്ഹാനല്ലാഹ്, ഞാൻ നിന്നെ സ്തുതിക്കുന്നു, തസ്ബീഹ് ചെയ്യുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം. അതുകൊണ്ടാണ് അല്ലാമ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാം, ഫഹാദാ യുബയ്യിനു, ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറയാണ്, അന്ന ദിനത്തുൽ അർശ് അസ്കലുൽ ഔസാൻ, നമുക്ക് കാണാനുള്ള ഭാരങ്ങളിൽ ഏറ്റവും ഭാരമുള്ളതാണ്. അതിനേക്കാൾ അപ്പുറത്ത് അത്രയും ഭാരമുള്ളതാണ് ഏത്? അർശ് എന്ന് പറയുന്ന അള്ളാഹുവിന്റെ സൃഷ്ടി എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അതിനേക്കാൾ സിംഹാസനത്തിന് തൂണുകളുണ്ട്, അർശിന് തൂണുകളുണ്ട്. ഇത് അതിന്മേലാണ് അത് നിലകൊള്ളുന്നത്. എന്താ തെളിവ്? അപ്പൊ തൂണുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ തൂണ് പോലെ അതിനെ കണക്കാക്കാൻ പാടില്ല, അവിടെ തസ്ബീഹ് പാടില്ല, തംസീൽ പാടില്ല. അതാണ് നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ലാ തുഖയ്യിറൂനി അലാ മൂസ, നാളെ പരലോകത്തെത്തുമ്പോൾ മൂസാ നബിയേക്കാൾ നിങ്ങൾ എനിക്ക് ശ്രേഷ്ഠത നൽകരുത്. കാരണം എന്താണ്? ഫഇന്നന്നാസ യസ്അകൂൻ, നാളെ പരലോകത്ത് വെച്ച് എല്ലാവരും ബോധരഹിതരായി വീഴും. ഫഅകൂനു അഫ്വലമൻ യഫൂക്ക്, അങ്ങനെ ആ ബോധരഹിതരായി വീഴുന്ന കൂട്ടത്തിൽ ആദ്യം എണീറ്റ് വരുന്നത് ഞാനാണ്. ഫൈദാ മൂസ അലൈഹിസ്സലാം, അപ്പോഴതാ മൂസാ നബി അലൈഹിസ്സലാം ബാത്തിശും ബിജാനിബിൽ അർശ്, അർശിന്റെ ഒരു ഭാഗത്ത് ഒരു തൂണിനെ പിടിച്ചു നിൽക്കുന്നത് ഇങ്ങനെ കാണാം. ഫലാ അദ്രി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അകാന ഫീമൻ സൈക ഫഅഫാക ഖബ്ലി, അദ്ദേഹം ബോധം കെട്ട് വീണിട്ട് എന്റെയും മുമ്പ് ആ ബോധത്തിൽ നിന്ന് എണീറ്റ് വന്നതാണോ എന്ന് എനിക്കറിയില്ല. ഔ കാന മിമ്മൻ ഇസ്തസ്നല്ലാഹ്, അതോ അല്ലാഹു തആല ബോധം കെടുത്താതെ നിർത്തിയ ആ ഒഴിച്ചു നിർത്തിയ വിഭാഗത്തിൽപ്പെട്ടവനാണോ മൂസാ നബി അലൈഹിസ്സലാം എന്ന് എനിക്കറിയില്ല. നോക്കൂ നിങ്ങൾ, ഹദീസ് പഠിപ്പിക്കുന്നത് എന്താ? ഹദീസ് പഠിപ്പിക്കുന്നത് പിന്നെ മൂസാ നബി അലൈഹിസ്സലാം നാളെ പരലോകത്ത് വെച്ച് ആ അർശിന്റെ തൂണിങ്ങനെ പിടിച്ച്, അതിന്റെ ഒരു ഭാഗം ഇങ്ങനെ പിടിച്ചു നിൽക്കണ കാണാം. അപ്പൊ അതിന് തൂണുകളുണ്ട്, കവായിമുണ്ട് എന്ന ഹദീസ് നമ്മെ. എന്തിനാ സഹോദരന്മാർ ഇതൊക്കെ ഞാൻ പറയുന്നത്? ഇതൊക്കെ വിശ്വാസ കാര്യങ്ങളാണ്. അത് നമ്മെ വിശ്വസിച്ചേ പറ്റൂ. ചിലപ്പോൾ നമുക്ക് ബുദ്ധിക്ക് ഉൾക്കൊള്ളൂല, പറ്റില്ല. പക്ഷേ ഹദീസിൽ പറഞ്ഞത് കൊണ്ട് അത് വിശ്വസിക്കുക തന്നെ വേണം എന്ന് പഠിപ്പിക്കാനാണ്. നോക്കൂ നിങ്ങൾ, ആ അർശിനെ താങ്ങുന്ന അർശിന്റെ വാഹകരായ മലക്കുകളുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. വയഹ്മിലു അർശ റബ്ബിക ഫൗഖഹും സമാനിയ, 8 വിഭാഗം ആളുകൾ അന്നത്തെ ദിവസം, അന്നത്തെ ദിവസം 8 വിഭാഗം ആളുകൾ ആ അർശിനെ വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലാഹു തആല പറയാണ്, അല്ലദീന യഹ്മിലൂന അർശ വമൻ ഹൗലഹു, അർശിനെ വഹിക്കുന്ന അർശിന്റെ വാഹകരായ മലക്കുകൾ, അതിന് ചുറ്റുമുള്ള ആളുകളും യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം, തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് കീർത്തനം നടത്തുന്നുണ്ട്. വയുമിനൂന ബിഹി, ആ അല്ലാഹുവിൽ അവർ ദൃഢമായി വിശ്വസിക്കുന്നുണ്ട്. വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനു, സത്യവിശ്വാസികളായ ആളുകൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്താ പ്രാർത്ഥിക്കണത്? റബ്ബനാ വസിഅത കുല്ല ശൈഇൻ റഹ്മത്തൻ വഇൽമ, പടച്ചവനെ എല്ലാ വസ്തുക്കളെയും നിന്റെ കാരുണ്യം കൊണ്ടും നിന്റെ വിജ്ഞാന അറിവ് കൊണ്ടും ജ്ഞാനം കൊണ്ടും നീ വിശാലമാക്കി. അതുകൊണ്ട് ഫഗ്ഫിർ ലില്ലദീന താബൂ, പക്ഷാതാപം ചെയ്ത ആളുകൾക്ക് പടച്ചവനെ നീ പുറത്തു കൊടുക്കണേ. വത്തബഉ സബീലക, നിന്റെ മാർഗം പിൻപറ്റിയവർക്ക് നീ പുറത്തു കൊടുക്കണമേ. വഖിഹിം അദാബൽ ജഹീം, നരകശിക്ഷയിൽ നിന്ന് അവരെ നീ കാത്തുരക്ഷിക്കണമേ. റബ്ബനാ വഅദ്ഖിൽഹും ജന്നാത്തി അദ്നിൻ, സ്ഥിരവാസത്തിന്റെ തോട്ടത്തിൽ അവരെ നീ പ്രവേശിപ്പിക്കണമേ. അല്ലത്തി വഅദ്തഹും, നീ വാഗ്ദാനം ചെയ്ത. വമൻസല, അവരെ മാത്രല്ല, വമൻസല മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം, അവരുടെ പൂർവിക പിതാക്കന്മാരിൽ നിന്നും അവരുടെ ഇണകളിൽ നിന്നും ഭാര്യമാരിൽ നിന്നും അവരുടെ സന്താന പരമ്പരയിൽ നിന്നും ആരാണോ സച്ചരിതരായ ആളുകൾ, സ്വാലിഹായ ആളുകൾ, അവരെയും ആ നിത്യവാസത്തിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കണമേ എന്ന് മലക്കുകൾ, ഏത് മലക്കുകൾ? അർശിനെ വഹിക്കുന്ന മലക്കുകൾ പ്രാർത്ഥിക്കുന്നു എന്ന് സൂറത്ത് ഗാഫിറിൽ അല്ലാഹു തആല വിവരിക്കുന്നു. അത് നമ്മുടെ വിശ്വാസ കാര്യമാണ്. അർശിനെ വഹിക്കുന്ന മലക്കുകളുണ്ട്. മാത്രമല്ല അതിനേക്കാൾ അത്ഭുതമുള്ള ഒരു കാര്യമാണ്
മഹാനായ ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ഉദിനലി അൻ ഉഹദ്ദിസ അൻ മലക്കിൻ, ഈ അർശിനെ വഹിക്കുന്ന മലക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു മലക്കിനെ പറ്റി വിശദീകരിച്ചു കൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് അനുമതി നൽകി. മിനൽ മലായിക, എന്നിട്ട് പറയാൻ മിൻ ഹമലത്തിൽ അർശ്, എന്നിട്ട് ആ മലക്കിന്റെ പ്രത്യേകത പറയാണ് ഇന്നമാ ബൈന ശാമി ഉദിനിഹി ഇലാ ആതിഖിഹി മസീറത്തു സബഅത്ത് ആം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ മലക്കിന്റെ ആ കാതിന്റെ ഒരു ഭാഗം മുതൽ ഷഹ്മത്ത് മുതൽ കഴുത്ത് വരെ ഉള്ള ആ ദൂരം എന്ന് പറയുന്നത് 700 വർഷം സഞ്ചരിക്കാൻ യാത്ര ചെയ്യാനുള്ള ദൂരം ഉണ്ട് എന്നാ നോക്കിങ്ങൾ. ഒരു മലക്കിന്റെ, ഒരൊറ്റ മലക്കിന്റെ, ഏത് മലക്കിന്റെ? അർശിനെ വഹിക്കുന്ന അർശിന്റെ ഭാഗരായ ഒരു മലക്കിന്റെ പ്രത്യേകത ആണെങ്കിൽ ഈ മലക്കുകളെയും ഈ അർശിനെയും ഈ പ്രപഞ്ചവും സൃഷ്ടിച്ച ആ അല്ലാഹുവിന്റെ മഹത്വം എത്രയാണ് സഹോദരന്മാരെ. അതുകൊണ്ടാണ് ഈ പ്രപഞ്ചം റബ്ബിനെ പറ്റി മനസ്സിലാക്കാനുള്ള തുറന്ന പുസ്തകമാണ് എന്ന് പറയാനുള്ള സഹോദരന്മാരെ, പ്രവാചകന്റെ സുന്നത്തിൽ നിന്നും വിശുദ്ധ ഖുർആനിൽ നിന്നും സത്യവിശ്വാസം ഉൾക്കൊള്ളുന്ന, വിശ്വാസം ദൃഢമൂലമാക്കുന്ന ആ വിശ്വാസികളുടെ കൂട്ടത്തിൽ, മുത്തക്കിയുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസ്തഗ്ഫിറുല്ലാഹ് വസ്തഗ്ഫിറു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫാനി ഫില്ലാഹി ഉസീകും ബിതഖ്വല്ലാഹ്. സഹോദരന്മാരെ, അർശിന് വേറെയും ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ സൃഷ്ടിജാലങ്ങളെയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ന റഹ്മത്തി സബഖത്ത് ഗളബി എന്ന് പറയുന്നുണ്ടല്ലോ. എന്റെ കാരുണ്യം എന്റെ കോപത്തേക്കാൾ മുൻകടന്നതാണ് എന്ന് പറയുന്നുണ്ട്. ഈ ഒരു വചനം അർശിന്റെ മുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതും നമ്മുടെ വിശ്വാസ കാര്യമാണ്. അതേപോലെ തന്നെ ശുഹദാക്കളുടെ അർവാഹുകൾ, അവരുടെ ആത്മാക്കൾ പച്ച നിറത്തിലുള്ള പക്ഷിയുടെ അകത്ത് അതിനെന്തുണ്ട്? ആ പക്ഷികൾ ഇങ്ങനെ അർശിന്റെ ഭാഗത്ത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ആ അർശിൽ നിന്ന് തൂങ്ങി നിൽക്കുന്ന വിളക്കുകളുണ്ട്. പിന്നെ പക്ഷികൾ എന്ത് ചെയ്യും? അതിങ്ങനെ യഥേഷ്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആ അർവാഹുകൾ വിഹരിച്ചു കൊണ്ടിരിക്കും. ഐഷാഹത്ത്, എങ്ങനെയാണോ എന്താണോ അവരുദ്ദേശിച്ച് അങ്ങനെ വിഹരിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ ആ അർശിൽ നിന്ന് തൂങ്ങി നിൽക്കുന്ന ആ കനാദീൽ എന്ന് പറയുന്ന ആ വിളക്കിൽ അവർ തൂങ്ങി നിൽക്കും, അതിൽ അഭയം പ്രാപിക്കുമെന്നൊക്കെ പ്രവാചകന്റെ ഹദീസ്, സഹീഹായ ഹദീസ് നമ്മെ പഠിക്കും. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ഇതൊക്കെ ഒരു ഖുറാഫാത്താണെന്ന് തോന്നുന്നു സഹോദരന്മാരെ. അല്ല, വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ സുന്നത്തും അള്ളാഹുവിന്റെ സൃഷ്ടിയായ അർശിനെ പറ്റി മനസ്സിലാക്കാനാണ് ഇത്രയും നമുക്ക് വിശദീകരിച്ചത്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ നിന്നാണ് നാം പാഠം ഉൾക്കൊള്ളുന്നത്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വാറോല പറയുന്നതിനല്ല, മറിച്ച് വിശുദ്ധ ഖുർആനിൽ നിന്നും പ്രവാചകന്റെ സുന്നത്തിൽ നിന്നും വിശ്വാസം ഉൾക്കൊള്ളുന്ന ആ സച്ചരിതരായ ആളുകളുടെ കൂട്ടത്തിൽ, മുത്തക്കയുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് അറിയാതെ വന്നു പോയിട്ടുള്ള ഒരുപാട് അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അല്ലാഹ്, ഞങ്ങളിൽ നിന്ന് മരണമടഞ്ഞ കാപ്പാട് സ്വദേശി, നേരത്തെ കുവൈത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരു പ്രവർത്തകൻ മുഹമ്മദ് കോയ, അദ്ദേഹം മരണമടഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകി ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ, സഹോദരന്മാർ, സംഘടനാ പ്രവർത്തകർ, ഭാരവാഹികൾ, അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകി ജന്നാത്തുൽ ഫിർദൗസിൽ അവരോടൊപ്പം നാളെ സ്വർഗ്ഗലോകത്തിൽ ഞങ്ങളെ ഇന്ന് ഒരുമിച്ച് കൂട്ടണമേ. അല്ലാഹുവേ, اللهم اغفر للمسلمين والمسلمات الأحياء منكم والأموات. ربنا ارفع عنا البلاء والوباء والضراء والبأساء وأدم علينا النعم وادفع عنا النقم وزك نفوسنا أنت خير من زكاها. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم احفظ الكويت وأهلها من كل شر ومكروه واجعل هذا البلد آمنا مطمئنا وسائر بلاد المسلمين. اللهم احفظ إخوتنا من المرابطين وقوى الأمن والدفاع والحرس الوطني وجميع القائمين على أمن البلاد وثبت الأرض تحت أقدامهم. اللهم وفق أميرنا وولي عهده لما تحب وترضى وخذ نواسيهما للبر والتقوى
വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.